ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ ചെറിയൊരു വീഡിയോ ആണ്. നമ്മൾ ഭരണങ്ങാനം പള്ളിയിൽ നമ്മുടെ അൽഫോൻസാമ്മയുടെ പെരുന്നാളൊക്കെ ആയിരുന്നു. അപ്പോൾ പള്ളിയിലൊക്കെ പോയ ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. ഞാനൊരു ഡേ ആയിട്ട് ഫുൾ വീഡിയോ ആയിട്ട് എടുക്കണം എന്നൊക്കെ വിചാരിച്ചാണ്. പക്ഷേ എന്ത് ചെയ്യാനാ, പറ്റിയില്ല. അപ്പോൾ എടുത്ത കുറച്ച് ഭാഗങ്ങൾ വീഡിയോസാക്കി ഇടുവാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ ആരെങ്കിലും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇന്ന് രാവിലെ ഞാൻ പള്ളിയിൽ പോയപ്പോൾ അപ്പുക്കുട്ടനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ലേ. കാരണം വേറെ ഒന്നുമില്ല, അപ്പുക്കുട്ടനാണെങ്കിൽ ഇന്നലെ നൈറ്റ് കിടന്നപ്പോൾ തന്നെ ലേറ്റായിട്ടാണ്. പിന്നെ രാവിലെ ഉറക്കം തീരാതെ നമ്മൾ എണീപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ വഴക്കായിരിക്കും അന്നത്തെ ദിവസം. പിന്നെ സ്കൂളിലൊക്കെ പോകാനുള്ളതല്ലേ, അതുകൊണ്ടാണ് ഞാൻ അപ്പുക്കുട്ടനെ കൊണ്ടുപോകാതെ പോയത്. പക്ഷേ ഞാൻ വന്നപ്പോഴത്തേക്കും ആശാൻ എണീറ്റ് വന്നിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. പള്ളിയിൽ കൊണ്ടുപോയില്ലെന്നൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ വരുന്നത്. പിന്നെ ഒരു വിധത്തിൽ സമാധാനിപ്പിച്ചു. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ അപ്പുക്കുട്ടൻ ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ്. ആദ്യം അപ്പുക്കുട്ടനാണ് ബ്രഷ് ചെയ്യുന്നത്. പിന്നെ ഞാൻ അപ്പുക്കുട്ടനെ യൂസ് ചെയ്യുന്നത് ഈ ടൂത്ത് പേസ്റ്റാണ്. നേരത്തെ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന മീമിയുടെ നമ്മുടെ സ്ട്രോബെറി ഫ്ലേവർ ആയിരുന്നേ. അത് കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇത് പീച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടപ്പോഴത്തേക്ക് അന്ന് മേടിക്കാമെന്ന് വിചാരിച്ചു. നല്ല പേസ്റ്റൊക്കെയാണ്, പക്ഷേ ക്വാണ്ടിറ്റി വളരെ കുറവാണ്. പൈസയാണെങ്കിൽ കൂടുതലുമാണ്, നല്ല റേറ്റും ഉണ്ട്. അപ്പം ഞാൻ അപ്പുക്കുട്ടന് നല്ലൊരു ടൂത്ത് പേസ്റ്റ് നോക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ നിങ്ങളൊക്കെ കുട്ടികൾക്ക് യൂസ് ചെയ്യുന്ന ടൂത്ത് പേസ്റ്റ് ഏതാണെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. നല്ല ടൂത്ത് പേസ്റ്റ് ഉണ്ടെങ്കിലേ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ അപ്പുക്കുട്ടനാണെങ്കിൽ ബ്രഷ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പുക്കുട്ടൻ ബ്രഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനും കൂടെ ചെയ്യിപ്പിക്കും. കാരണം അവന് അത്രയ്ക്ക് ചെയ്താൽ അത്ര ക്ലീൻ ആവത്തില്ലല്ലോ. പിന്നെ പഠിച്ചോട്ടെ, തന്നെ ചെയ്ത് എന്തായാലും ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോഴാണല്ലോ തന്നെ ബ്രഷ് ചെയ്ത് പഠിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അവനെ കൊണ്ട് അങ്ങ് ചെയ്യിപ്പിക്കും കേട്ടോ. ബ്രഷൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ അപ്പുക്കുട്ടന് ഹോംവർക്ക് ചെയ്യാനുണ്ടായിരുന്നു. സാധാരണ തലേദിവസം ഞാൻ നേരം കിട്ടുമ്പോൾ ചെയ്യുന്നതാണ്, പക്ഷെ ഞാനും വിട്ടുപോയി. അത് കഴിഞ്ഞ് ഹോംവർക്ക് ചെയ്യിച്ചു, ഫുഡ് കൊടുത്തു, റെഡിയാക്കിയപ്പോഴത്തേക്ക് ആ ബഹളത്തിനിടയ്ക്ക് ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം പോലും മറന്നുപോയി. അവസാനം അത് ഓർക്കുന്നത് അപ്പുക്കുട്ടനെ സ്കൂളിൽ കൊണ്ടുവന്ന് വിട്ടപ്പോഴാണ്. അന്നേരം പെട്ടെന്ന് ഫോൺ വന്ന് എടുക്കുമായിരുന്നു. അങ്ങനെ നമ്മുടെ അപ്പുക്കുട്ടനെ സ്കൂളിൽ എത്തിച്ചിരിക്കുകയാണ്. അപ്പുക്കുട്ടനെ സ്കൂളിലൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒരു ദിവസം സ്കൂളില്ലെന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ അപ്പുക്കുട്ടന് ഭയങ്കര സങ്കടമാണ്. അമ്മയെ എന്നെ സ്കൂളിൽ കൊണ്ടുവിടുമെന്ന് പറഞ്ഞാൽ അവൻ്റെ ബഹളം. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ ഞാൻ രക്ഷപ്പെട്ടു. പിന്നെ അവനെ സ്കൂളിൽ വിട്ടിട്ട് ഞാൻ നേരെ എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അവിടെയൊക്കെ പോയിട്ട് വീട്ടിലെത്തിയപ്പം സമയം 1:30 ആയിട്ടുണ്ടായിരുന്നു. അന്നേരം നമ്മുടെ മഴ നന്നായിട്ട് പെയ്യുന്നുണ്ട്. ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് പെയ്യുന്നുള്ളൂ, ഒന്ന് തോർന്ന് നിൽക്കുവാണ്. നല്ല അടിപൊളി മഴയായിരുന്നേ. പിന്നെ ഓൾറെഡി ഞങ്ങൾക്ക് റെഡി ആവാനുള്ള സമയം ഉണ്ടായിരുന്നു. ഞാൻ വന്ന് ജസ്റ്റ് ഫുഡ് കഴിച്ചു, പെട്ടെന്ന് തന്നെ റെഡി ആവുമായിരുന്നു. കാരണം ഒരു 2 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അത് നടന്നില്ല. ഇറങ്ങിയപ്പോൾ 2:15 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ അപ്പുക്കുട്ടൻ്റെ സ്കൂളിൽ ചെന്നിട്ട് അപ്പുക്കുട്ടനെയും കൂട്ടിയിട്ട് വേണമല്ലോ പോകാൻ വേണ്ടിയിട്ട്. അന്നേരത്തേക്ക് വീണ്ടും മഴ വന്ന് പെയ്ത് നല്ലൊരു മഴ കഴിഞ്ഞു. അങ്ങനെ സ്കൂളിൽ നിന്ന് അപ്പുക്കുട്ടനെയും കൂട്ടി. അപ്പുക്കുട്ടനെ അവിടെ വെച്ച് ഡ്രസ്സൊക്കെ മാറ്റുമായിരുന്നു. അപ്പുക്കുട്ടൻ പക്ഷേ വണ്ടിയിൽ കയറിയപ്പോൾ തന്നെ ഉറങ്ങാൻ തുടങ്ങി. പിന്നെ നമ്മുടെ അരിത്രപ്പള്ളിയുടെ അവിടെ എത്തിയപ്പോഴാണ് അപ്പുക്കുട്ടൻ എഴുന്നേൽക്കുന്നത്. ഈ ഉറക്കത്തിൽ നിന്ന് അപ്പുക്കുട്ടനെ വിളിച്ചെണീപ്പിച്ച് കഴിഞ്ഞുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അപ്പുക്കുട്ടൻ ഭയങ്കര വഴക്കാണ്, ഭയങ്കര കരച്ചിലായിരിക്കും. അതിപ്പോൾ പുതുതായിട്ട് കിട്ടിയൊരു സ്വഭാവമാണ്. കുറച്ച് നേരം ഇങ്ങനെ കരഞ്ഞും കൂവിയൊക്കെ ആയിട്ട് അവർ റെഡി ആവത്തുള്ളൂ. ഇപ്പോൾ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നതുകൊണ്ട് വിശപ്പും എല്ലാം കൂടി ഉണ്ടാവുമല്ലോ, അതിൻ്റെതായ ഒരു വഴക്കുണ്ടായിരുന്നു. നല്ലൊരു പരുവത്തിലാണ് അപ്പുക്കുട്ടിരിക്കുന്നത് കേട്ടോ. ഇന്ന് ഞാൻ അപ്പുക്കുട്ടിനെ കണ്ടപ്പോൾ എനിക്ക് അപ്പുക്കുട്ടി ഒരുപാട് ക്ഷീണിച്ച് പോയതുപോലെ തോന്നി. ഒരുപാട് നമ്മൾ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ മര്യാദയ്ക്ക് ഇരിക്കാറില്ലല്ലോ, അതിൻ്റെയൊക്കെ തകർപ്പിൻ്റെയൊക്കെ ആയിരിക്കും. കണ്ടോ അപ്പുക്കുട്ടിൻ്റെ കോലം കണ്ടോ. അങ്ങനെ ഞങ്ങൾ അരിത്ര വെല്ലിച്ചിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചു, നേർച്ചയൊക്കെ ഇട്ടു. പള്ളിക്കകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ അപ്പുക്കുട്ടൻ ഓക്കെ ആയി, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ പള്ളി നേർച്ചയൊക്കെ ഇട്ട് ഇറങ്ങി വന്നപ്പോൾ അവിടെ മുഴുവൻ കുറേ പ്രാവുകൾ നിൽപ്പുണ്ട്. അപ്പുക്കുട്ടന് ഭയങ്കര ഇഷ്ടമാണ് ഈ പ്രാവിനെയൊക്കെ. അന്നേരം അപ്പുക്കുട്ടൻ അമ്മയെ പീച്ചിനാന്ന് പറഞ്ഞുകൊണ്ട് അതിനകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് ഓടുമായിരുന്നു. ഞാൻ അപ്പുക്കുട്ടനെ പിടിച്ചു നിർത്തി. അപ്പുക്കുട്ടൻ അതിനകത്ത് കയറരുത്, ആ സെക്യൂരിറ്റികൾ വഴക്ക് പറയുന്നൊക്കെ പറഞ്ഞിട്ട് അവനെ പിടിച്ച് വെളിയിൽ നിർത്തിയേക്കാണ്. അല്ലെങ്കിൽ അവൻ ഇതിനകത്തൂടെ കയറി അങ്ങോട്ട് ഓടാനൊരു ശ്രമം നടത്തി. അത് കഴിഞ്ഞിട്ട് ഞാൻ വഴക്കൊക്കെ പറഞ്ഞ് പിടിച്ച് നിർത്തിയതുകൊണ്ടാണ് അങ്ങനെ നിൽക്കുന്നത്. അങ്ങനെ നമ്മൾ അരിത്ര വെളിച്ചിൻ്റെ അടുത്ത് നേരെ ഭരണങ്ങാനം പള്ളിയിലേക്ക് പോവുകയാണ്. ഞാൻ എവിടെ ഇരുന്ന് എന്ത് അത്യാവശ്യ കാര്യത്തിന് ഞാൻ അരിത്ര വെളിച്ചിനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അപ്പം തന്നെ എനിക്ക് സാധിച്ച് കിട്ടാറുണ്ട്. അതുകൊണ്ട് എനിക്കൊരു ഭയങ്കര വിശ്വാസമാണ്. എന്തുണ്ടെങ്കിലും എനിക്ക് പറ്റാവുന്ന സാഹചര്യത്തൊക്കെ ഞാൻ ഓടി വെളിച്ചിൻ്റെ അടുത്ത് വരാറുണ്ട്. അവിടുന്ന് നേരെ നമ്മൾ ഭരണങ്ങാനം പള്ളിയിൽ എത്തിയിട്ടുണ്ട്. അൽഫോൻസാമ്മയുടെ പെരുന്നാളെല്ലാം കഴിഞ്ഞുകൊണ്ട് അവിടെ ലൈറ്റും കാര്യങ്ങളും ഒക്കെ അഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പെരുന്നാളിൻ്റെ അന്ന് പോകണം എന്നൊക്കെ വിചാരിച്ചത്, പക്ഷേ നമുക്ക് നല്ല തിരക്കാണ്, പിന്നെ മഴയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇവനെ കൊണ്ട് പോകുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ പെരുന്നാളിന് വരാഞ്ഞത്. ഇപ്രാവശ്യം നാട്ടിലുള്ള സമയത്തല്ലേ ഉള്ളൂ നമുക്കിങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കൂടാനും വരാനും ഒക്കെ പറ്റുള്ളൂ. അപ്പോൾ വരണമെന്ന് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ സാധിച്ചില്ല. സത്യം പറഞ്ഞാൽ നൈറ്റ് വരുവായിരുന്നെങ്കിൽ നമുക്ക് ഇന്നല്ല, ആ പെരുന്നാളിൻ്റെ ടൈമിലൊക്കെ നൈറ്റ് വരുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാമെന്ന് ഞാൻ മമ്മിയോട് പറയായിരുന്നു. ഇവിടെ ലൈറ്റും കൊണ്ടൊക്കെ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അവർ പിന്നെ അത് അഴിച്ചെടുക്കുവാണ്. നൈറ്റിലൊക്കെ ആയിരുന്നു കാണാൻ നല്ല ഭംഗിയായി.
പിന്നെ അവിടെ ഞങ്ങൾ നേരെ അൽഫോൻസാമ്മയുടെ കബറടത്തെങ്കിലൊക്കെ പോയി പ്രാർത്ഥിച്ചു. വെള്ളത്തിനകത്ത് ഫിഷ് ഉണ്ടല്ലോ. ഈ റോട്ടോടെ അവിടെ വന്നാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് അവിടെയൊക്കെ കാണാനായിട്ട്. കുറേ മീനുകൾ അതിനകത്തുണ്ടായിരുന്നു. നല്ല രസമുണ്ടായത് കാണാനായിട്ട്. അപ്പൂക്കുട്ടന് പിന്നെ ഇങ്ങനെയൊക്കെ കാണുന്ന ഭയങ്കര ഇഷ്ടമാണ്. അപ്പൂക്കുട്ടൻ പിന്നെ അവിടെ നിന്ന് പോരാനേ സമ്മതിക്കുന്നില്ല. കുറേ നേരം ഞങ്ങൾ അവിടെ നിന്നു, പ്രാർത്ഥിച്ചു, ഫോട്ടോസൊക്കെ എടുത്തു. അതാരാ അത്? അൽഫോൻസാമ. അത് എന്തി ആണ്ട് അൽഫോൻസാമ്മ കണ്ടോ? ഫിഷിനെ കണ്ടോ അപ്പുക്കുട്ടാ? നല്ല ഭംഗിയുണ്ടായിരുന്നു കണ്ടുകൊണ്ട് നിൽക്കാനേ. നമ്മളിങ്ങനെ നോക്കിക്കൊണ്ട് നിന്നാൽ അങ്ങനെ തന്നെ നിന്ന് പോകും. നമുക്ക് ഓൾറെഡി സമയം കുറച്ചേ ഉണ്ടായിരുന്നുള്ളതുകൊണ്ട് തന്നെ അധികം നേരം ഒന്നും നിൽക്കാൻ പറ്റിയില്ല. പിന്നെ അപ്പുക്കുട്ടൻ ഇത് അറിയാലോ, കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് പോരത്തേ ഇല്ല ഒരു തരത്തിൽ. പിന്നെ അപ്പുക്കുട്ടനെയും കൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് പോരുമായിരുന്നു. അത് അതോ വാ, വരുന്നില്ല അപ്പുക്കുട്ടൻ വെള്ളത്തിൽ ചോട്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് അപ്പോൾ അൽഫോൻസാമ്മയുടെ നേർച്ചയായിട്ടുള്ള ഉണ്ണിയപ്പം മേടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. ഞാൻ വീട്ടിലേക്കും കൊണ്ടുപോകാമല്ലോ അങ്ങനെ വിചാരിച്ചിട്ട് ഞങ്ങൾ ഉണ്ണിയപ്പമൊക്കെ മേടിച്ച് അവിടെ നിന്ന് അപ്പുക്കുട്ടൻ ഉണ്ണിയപ്പം കണ്ടപ്പോൾ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം ഞങ്ങൾ അവിടെ നിന്ന് അൽഫോൻസാമ്മയുടെ തോട്ടയുടെ മുമ്പിലൊക്കെ നിന്ന് പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞിട്ട് നേരെ നമ്മൾ താഴത്തെ പള്ളിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഓൾറെഡി കുറച്ച് നേരം കൂടെയൊക്കെ നിൽക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ആ ഒരു ടൈമിലാണല്ലോ പോയത്. ആ ഒരു ഈവനിങ് ടൈം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നാമത് നല്ല മഴയാണ്. പിന്നെ അപ്പുക്കുട്ടനും കൂടെ കൂടെയുണ്ട്. പിന്നെ ലേറ്റായി കഴിഞ്ഞാലേ വണ്ടി ഓടിക്കാനൊക്കെ ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പുക്കുട്ടൻ ഇതിനിടയ്ക്ക് വഴക്കുണ്ടാക്കി അതും വലിയ പ്രശ്നമാവും. അങ്ങനെ ഞങ്ങളിതാ താഴത്തെ പള്ളിയിലേക്ക് പോവുകയാണ്. ഇതാ നമ്മൾ മുകളിൽ അൽഫോൻസാമ്മയുടെ കബറിടം ഉള്ള പള്ളിയിലേക്ക് കയറുന്ന സ്റ്റെപ്പിൻ്റെ 2 സൈഡാണ്. കാണാൻ നല്ല ഭംഗിയാണ്. അവിടെയൊക്കെ ഈ ലൈറ്റ് വെച്ചിട്ട് ഡെക്കറേറ്റും കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നൈറ്റിൽ കുറച്ചും കൂടെ ഭംഗിയുണ്ടാവുമല്ലോ കാണാനായിട്ട്. ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നമ്മുടെ അപ്പുക്കുട്ടനാണെങ്കിൽ അതിനകത്തേക്കൊന്ന് കയറി പോകണം, അതിലൂടെ ഒന്ന് ഓടണം, പിന്നെ ചെടിയൊക്കെ ഒന്ന് പറിക്കണം, ആ ഇലകളൊക്കെ ഒന്ന് പിച്ചി കീറണം എന്നൊക്കെയുള്ളൊരു തോന്നലൊക്കെ ഉണ്ട്. ആശാൻ അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അധികം അവിടെ നിർത്തിയില്ല. പെട്ടെന്ന് തന്നെ നമ്മുടെ അപ്പുക്കുട്ടനെ കൂട്ടിയിട്ട് നമ്മൾ പോരും. ഇതാണ് താഴത്തെ പള്ളി, നമ്മുടെ പഴയ പള്ളി. അങ്ങനെ അവിടെ വന്നു പ്രാർത്ഥിച്ചു, നേർച്ചയൊക്കെ ഇട്ട് നമ്മൾ നേരെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. വീട്ടിൽ ചെന്നപ്പോൾ സമയം ഒരു 8 മണിയായിട്ടുണ്ടായിരുന്നു. ശരിക്കും അപ്പുക്കുട്ടൻ മടുത്തു പോയൊരു ദിവസമായിരുന്നേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ ചെറിയ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.